ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കേരമീൻ കറിയാണ് കേട്ടോ. വളരെ രുചികരമായ കേരമീൻ വറുത്തരച്ച കറിയാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. മീൻ കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. അരമുറി തേങ്ങ ചിരവിയതും, ഒരു 10ഓളം ചുവന്നുള്ളി അരിഞ്ഞെടുത്തതും, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ കുറച്ച് കുടംപുളി ചീന്തിയെടുക്കാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മീൻ നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കേരമീൻ. ഒരു 350 ഗ്രാം കേരമീൻ ഉണ്ടാവും. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമുക്ക് കടയിൽ നിന്നെല്ലാം കിട്ടുക. അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു കടായി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയും ചുവന്നുള്ളിയും പെരിഞ്ജീരകവും കറിവേപ്പിലയും ഇട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കളറൊക്കെ മാറി വരും കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. എന്തായാലും ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ തേങ്ങ വറുത്തെടുത്തത് റെഡിയാവുകയുള്ളൂ. നല്ല ഗോൾഡൻ നിറമായിട്ട് വരും. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ എല്ലാം മണം മാറിയതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുപ്പിലേക്ക് നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളക് നടുകീറിയതും, നമ്മുടെ കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതും കൂടി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ ഈ മീൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മീനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചോളും. നന്നായിട്ട് തിളച്ച് നല്ല വേവായി കഴിയുമ്പോഴേ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മുടെ അരപ്പൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മീൻ 80% വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കറി ഒന്ന് കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തവിയിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിള വന്ന് തുടങ്ങും കേട്ടോ. നന്നായിട്ട് തിള വരും. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നിറം മാറി ഇത് കുറുകി മേതെ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞ് വരുന്ന ഒരു ലെവലാവും. അപ്പോൾ നമുക്ക് ഇതിറക്കി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. അതിനായിട്ട് ചെറിയൊരു ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ലേശം ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഒടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല തിളച്ച് വന്ന നമ്മുടെ കറി ഒന്ന് താളിച്ചു കഴിഞ്ഞു. നമ്മൾ കണ്ടോ, വളരെ രുചികരമായ കേരമീൻ കറിയാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എന്നിട്ട് നമുക്കിത് തീ ഓഫാക്കിയതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ. വളരെ രുചികരമായ ഈ കറി തീർച്ചയായും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.